friends, once again welcome back to my new video. Okay, good morning all. നമ്മൾ ഇന്ന് പുതിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇംഗ്ലീഷ് ഗ്രാമറിലെ പുതിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൺജങ്ഷൻ. ഡു യു ഹാവ് എനി ഐഡിയ അബൌട്ട് കൺജങ്ഷൻ? ഓക്കെ, നമുക്കറിയാം കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഗ്രാമറിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കൺജങ്ഷൻ. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അതായത് ഇംഗ്ലീഷ് ഭാഷയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺജങ്ഷൻ ആണ്. ക്ലിയർ? ആർ യു റെഡി? ഓക്കെ, വാട്ട് ഈസ് കൺജങ്ഷൻ? കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൺജങ്ഷൻ എന്ന് പറഞ്ഞാല് ശ്രദ്ധിക്കേ, രണ്ട് സെന്റൻസുകളെ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ്, വാക്കാണ് കൺജങ്ഷൻ. അതായത് രണ്ട് ക്ലോസുകളെ തമ്മിൽ, അതായത് രണ്ട് സെന്റൻസുകളെ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് കൺജങ്ഷൻ. ക്ലിയർ? അതാദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളെ ഡ്യൂട്ടി എന്താ? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കൺജങ്ഷൻ എന്താണെന്നുള്ള ഒരു ഐഡിയ വരുത്താം. ഓക്കെ, നമുക്ക് വീണ്ടും വരാം കൺജങ്ഷനിലേക്ക്. There are 3 types of conjunction. 3 ടൈപ്സ് കൺജങ്ഷൻ ഉണ്ട്. 3 ടൈപ്പ് കൺജങ്ഷൻ ഉണ്ട്. ഏതൊക്കെയാ നമുക്ക് നോക്കാം. സ്പീഡ് ആവുന്നില്ല, നോക്കിയേ. ഒന്ന് ജസ്റ്റ് പറയാ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു കൺജങ്ഷൻ എന്താണെന്ന് പറഞ്ഞു. 3 ടൈപ്പ്. നെക്സ്റ്റ് പറഞ്ഞത് 3 ടൈപ്പ് കൺജങ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാ നമുക്ക് നോക്കാം. ഫസ്റ്റ് കൺജങ്ഷൻ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. സെക്കൻഡ് വൺ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. Second one subordinating conjunction. Third one correlating conjunction. Correlating conjunction. ഒന്നും കൂടെ പറയാം. കൺജങ്ഷൻ എന്താണ് പഠിച്ചു? 3 ടൈപ്പ് 3 ടൈപ്സ് കൺജങ്ഷൻ ഉണ്ട്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ, കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ, കോറിലേറ്റിംഗ് കൺജങ്ഷൻ. നമ്മൾ കൺജങ്ഷൻ എന്താണ് പഠിച്ചു നോക്കുക. പിന്നെ 3 ടൈപ്സ് കൺജങ്ഷൻ ഉണ്ട് എന്ന് പഠിച്ചു നോക്കുക. ഓക്കെ, ഇത് രണ്ടും ക്ലിയർ അല്ലേ? നമുക്ക് നോക്കാം. നമുക്ക് ഇതിനകത്ത് ഓരോ കൺജങ്ഷനും എടുത്ത് നമുക്ക് പഠിക്കാം. ഏതൊക്കെയാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ വിത്ത് എക്സാമ്പിൾസ്, ദെൻ ഏതൊക്കെയാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ വിത്ത് എക്സാമ്പിൾ, അതുപോലെ തന്നെ കോറിലേറ്റീവ് കൺജങ്ഷൻ. അങ്ങനെ 3 കൺജങ്ഷനും എടുത്ത് പഠിക്കുമ്പോഴേക്ക് നമുക്ക് സെറ്റ് ആവും. കൺജങ്ഷൻ എന്നുള്ള ഏരിയ സെറ്റ് ആവും. ഏത് എക്സാംസിന് ചോദിച്ചാലും നമുക്ക് സംശയമില്ലാതെ, ഒരു ഡൗട്ടും ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺജങ്ഷൻ എന്ന ഒരു ഏരിയ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. Clear? First conjunction, coordinating conjunction. Coordinating conjunction. For and nor, but or yet so. But for and nor, but or yet so. Clear? 2-3 പ്രാവശ്യം വായിക്കുമ്പോഴേക്ക് നമുക്ക് ഈ 7 എണ്ണം ഒന്ന് സെറ്റ് ആവും. ക്ലിയർ? For and nor, for and nor. അതാദ്യം പഠിക്കുക. For and nor. Then but or yet so. But or yet so, but or yet so. ഇങ്ങനെ തന്നെ ഓർഡറിൽ ഒരു 2-3 പ്രാവശ്യം വായിക്കുമ്പോഴേക്ക് നമുക്ക് നോക്കിയാം. ക്ലിയർ? ക്ലിയർ? ഓക്കെ അല്ലേ? ഇത്ര വരെ കൺജങ്ഷൻ ഓക്കെ അല്ലേ? നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് വരുന്ന ഭാഗമാണ് ഫോർ എന്ന കൺജങ്ഷൻ എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം. ഫോർ. ഓക്കെ, ഇത്ര വരെ ഓക്കെ അല്ലേ? ഇനി ഫോർ എന്ന കൺജങ്ഷൻ നോക്കാം. നിങ്ങൾക്ക് അപ്പോൾ ഡൗട്ട്സ് ഉണ്ടാവും. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഫോർ എന്ന കൺജങ്ഷൻ പറയുമ്പോൾ എന്തായാലും ഒരു സംശയം ഉണ്ടാവും. ഫസ്റ്റ് ഡൗട്ട് എന്തായിരിക്കും? ഈ ഫോർ എന്നത് പ്രിപ്പോസിഷൻ അല്ലേ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങളിൽ വരും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫോർ പ്രിപ്പോസിഷൻ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ശരിയാണ്. പ്രിപ്പോസിഷൻ ഫോർ ആണ്, പക്ഷെ പ്രിപ്പോസിഷൻ ആണ് ഫോർ. ബട്ട് കൺജങ്ഷൻ ആയിട്ടും ഫോർ യൂസ് ചെയ്യും. ബട്ട് അതിന്റെ മീനിങ് മാറുമെന്ന് മാത്രം. കൺജങ്ഷൻ ആയിട്ട് ഫോർ യൂസ് ചെയ്യും, പക്ഷെ അതിന്റെ മീനിങ് മാറും. പ്രപ്പോസിഷൻ ഫോർ നമ്മൾ എന്താ പഠിച്ചേ? ഫോർ യു, എ സ്പെഷ്യൽ ഗിഫ്റ്റ് ഫോർ യു. നിനക്ക് വേണ്ടി, വേണ്ടി എന്ന അർത്ഥത്തിലാണ് നമ്മൾ പ്രപ്പോസിഷൻ പഠിക്കുമ്പോൾ ഫോർ പഠിച്ചത്. ക്ലിയർ? ഫോളോ ചെയ്യണേ. പ്രപ്പോസിഷൻ പഠിക്കുമ്പോൾ ഫോർ നമ്മൾ പഠിച്ചത് വേണ്ടി എന്ന അർത്ഥത്തിൽ, ഫോർ യു, വേണ്ടി എന്ന അർത്ഥത്തിലാണ് പ്രപ്പോസിഷനിൽ ഫോർ നമ്മൾ പഠിച്ചത്. കൺജങ്ഷനിലേക്ക് വരുമ്പോൾ ഫോറിന്റെ അർത്ഥം നമ്മൾ നോക്കിയേ. നമുക്ക് നോക്കാം എന്ത് അർത്ഥത്തിലാണ് ഫോർ എന്ന കൺജങ്ഷൻ യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, ആർ റെഡി? ഫോളോ ചെയ്യുന്നില്ലേ? ഫോർ എന്ന കൺജങ്ഷൻ നമുക്ക് നോക്കാം. എക്സാമ്പിൾ പറഞ്ഞ് നമുക്ക് പഠിക്കാം. ക്ലിയർ? നമുക്ക് PSC എക്സാമിനും 10th ലെവൽ എക്സാമിനും ഒക്കെ എക്സാമ്പിൾ ആണ് ഉണ്ടാവുക. ഇത് ഏതാണ്? ചില സമയത്ത് കൺജങ്ഷൻ സെലക്ട് ചെയ്യാനൊക്കെ എക്സാമിന് വരും. നോക്കിയേ, ഫോർ എന്ന കൺജങ്ഷന്റെ അർത്ഥം നമുക്ക് നോക്കാം. ക്ലിയർ? ഫസ്റ്റ് എക്സാമ്പിൾസിലൂടെ നമുക്ക് പഠിക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കാം.
മൈ ഇംഗ്ലീഷ് ടീച്ചർ ലവ്സ് മീ വെരി മച്ച് ഫോർ ഐ ആം ഗുഡ് സ്റ്റുഡൻറ്. ഞാൻ നല്ല കുട്ടിയായതുകൊണ്ട് ഇംഗ്ലീഷ് ടീച്ചർക്ക് എന്നെ വളരെ ഇഷ്ടമാണ്. ഞാൻ നല്ല കുട്ടിയായതുകൊണ്ട്. ആയതുകൊണ്ട് എന്ന അർത്ഥത്തിലാണ് നമ്മൾ കൺജങ്ഷൻ ഫോർ യൂസ് ചെയ്യുക. ആയതുകൊണ്ട് എന്ന അർത്ഥമാണ് കൺജങ്ഷൻ ഫോറിനുള്ളത്. ക്ലിയർ? പ്രിപ്പസിഷൻ ഭാഗത്ത് വരുമ്പോൾ പഠിക്കുമ്പോൾ വേണ്ടി എന്ന അർത്ഥത്തിലാണ് ഫോർ എന്ന പ്രിപ്പസിഷൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ കൺജങ്ഷനിൽ എത്തുമ്പോൾ ആയതുകൊണ്ട്, ആയതിനാൽ എന്ന അർത്ഥമാണ് കൺജങ്ഷൻ ഫോർ ഉള്ളത്. മൈ ഇംഗ്ലീഷ് ടീച്ചർ ലവ്സ് മീ വെരി മച്ച് ഫോർ ഐ ആം ഗുഡ് സ്റ്റുഡൻറ്. നല്ല കുട്ടിയായതുകൊണ്ട് എൻ്റെ ഇംഗ്ലീഷ് ടീച്ചർക്ക് എന്നെ വളരെ ഇഷ്ടമാണ്. ആയതുകൊണ്ട്, അതുകൊണ്ട് ആ ഒരു അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഫോർ എന്ന കൺജങ്ഷൻ യൂസ് ചെയ്യും. വേറൊരു എക്സാമ്പിൾ നോക്കിയേ. ഐ ഹാവ് ടു ഫൈൻഡ് എ ന്യൂ ജോബ് ഫോർ ഐ ആം അൺഎംപ്ലോയ്ഡ്. എനിക്ക് തൊഴിലില്ലാത്തത് കൊണ്ട് ഒരു ജോലി അന്വേഷിക്കേണ്ടതുണ്ട്. ഞാൻ തൊഴിൽ രഹിതനായതുകൊണ്ട് എനിക്ക് ജോലി കണ്ടെത്തേണ്ടതുണ്ട്. ആയതുകൊണ്ട് ഫോർ ഐ ആം അൺഎംപ്ലോയ്ഡ്. ഐ ഹാവ് ടു ഫൈൻഡ് എ ന്യൂ ജോബ് ഫോർ ഐ ആം അൺഎംപ്ലോയ്ഡ്. എനിക്ക് തൊഴിലില്ലാത്തത് കൊണ്ട്, ഞാൻ തൊഴിൽ രഹിതനായതുകൊണ്ട് എനിക്ക് പുതിയൊരു ജോലി കണ്ടെത്തേണ്ടതുണ്ട്. ആയതുകൊണ്ട് ഫോർ എന്ന കൺജങ്ഷൻ യൂസ് ചെയ്ത് കണ്ട. നെക്സ്റ്റ് നോക്കിയേ. ഷീ ഈസ് വെരി ഹാപ്പി ഫോർ ഷീ ഗോട്ട് ദ ജോബ്. ജോലി കിട്ടിയത് കൊണ്ട് അവൾ വളരെ സന്തോഷത്തിലാണ്. ക്ലിയർ? ആയതുകൊണ്ട് എന്ന അർത്ഥത്തിലാണ് ഫോർ എന്ന കൺജങ്ഷൻ യൂസ് ചെയ്യുന്നത്. ക്ലിയർ? ഇത്രയല്ലേ? ഫോർ എന്ന യൂസേജ് നമുക്ക് മനസ്സിലായില്ലേ? കൺജങ്ഷൻ ഫോർ ക്ലിയർ ആയില്ലേ? 7 ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഫോർ, ആൻഡ്, നോട്ട്, ബട്ട്, ഓർ, യെറ്റ്, സോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഏതാ? ആൻഡ്. നെക്സ്റ്റ് കൺജങ്ഷൻ ഏതാ? ആൻഡ്. ക്ലിയർ? ഈ നമ്മൾ ഫെമിലിയർ ആയിട്ട് കേൾക്കുന്ന, നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങുമ്പോഴേ നമ്മൾ കേൾക്കുന്നതാണ് ഈ ആൻഡ് എന്ന വേർഡൊക്കെ അല്ലെ. അപ്പൊ ഈ ആൻഡ് എല്ലാം എന്താണ്? ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? ഗ്രാമറിലെ കൺജങ്ഷൻ വിഭാഗത്തിൽ പെടുന്നതാണ്. ക്ലിയർ? ആൻഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കാം ആൻഡിന്റെ യൂസേജസ് എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് ആൻഡ് യൂസ് ചെയ്യാൻ നമുക്ക് പഠിക്കാം. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, ഫോളോ ചെയ്യണേ. ആൻഡിന്റെ അർത്ഥം എന്താണ്? ഫോർ എന്ന കൺജങ്ഷൻ നമ്മൾ പറഞ്ഞു ആയതുകൊണ്ട്, ആയതിനാൽ എന്ന അർത്ഥമാണ് ഫോർ എന്ന കൺജങ്ഷൻ ഉള്ളത്. ക്ലിയർ? ആൻഡ് എന്ന കൺജങ്ഷൻ എന്താ അർത്ഥം? കാരണം എന്നുള്ള അർത്ഥത്തിൽ അല്ലെ, അതും ഇതും എന്നുള്ളൊരു അർത്ഥത്തിൽ അതും ഇതും ഒരു അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൻഡ് എന്ന കൺജങ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ വെച്ച് നമുക്ക് പഠിക്കാം. ഐ എം റൈറ്റിംഗ് എ സ്റ്റോറി ആൻഡ് മൈ സിസ്റ്റർ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഞാൻ ഒരു കഥ എഴുതുകയാണ്, എൻ്റെ സിസ്റ്റർ എൻ്റെ സിസ്റ്റർ എന്ത് ചെയ്യുന്നു? ഒരു ലെറ്റർ എഴുതുകയാണ്. ഈ സെന്റൻസ് സ്പ്ലിറ്റ് ചെയ്ത് 2 സെന്റൻസ് ആവൂലേ? ഐ എം റൈറ്റിംഗ് എ ലെറ്റർ, മൈ സിസ്റ്റർ ഈസ് റൈറ്റിംഗ് എ സ്റ്റോറി. അതായത് ഐ എം റൈറ്റിംഗ് എ സ്റ്റോറി, മൈ സിസ്റ്റർ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഇത് 2 സെന്റൻസുകളെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത 2 സെന്റൻസ് കിട്ടും അല്ലെ. ആ 2 സെന്റൻസുകളെയാണ് കൺജങ്ഷൻ യൂസ് ചെയ്തിട്ട് ഒറ്റ സെന്റൻസ് ആക്കിയ. ഐ എം റൈറ്റിംഗ് എ സ്റ്റോറി ആൻഡ് മൈ സിസ്റ്റർ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ക്ലിയർ? നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. ഐ ലവ് ടീച്ചിങ് ആൻഡ് ഡാൻസിങ്. എനിക്ക് ടീച്ചിങ്ങും ഡാൻസും ഇഷ്ടമാണ്. ടീച്ചിങ്ങും ഇഷ്ടമാണ്, നൃത്തവും ഇഷ്ടമാണ്. എന്ന അർത്ഥത്തിൽ എന്ന അർത്ഥത്തിൽ എന്ത് യൂസ് ചെയ്യും? ആൻഡ് യൂസ് ചെയ്യും. ഐ ലവ് ടീച്ചിങ്, ഐ ലവ് ഡാൻസിങ് നമുക്ക് പറയാം. പക്ഷെ 2 സെന്റൻസ് നമുക്ക് ആ ഒരു സെന്റൻസ് നമ്മൾ എന്ത് ചെയ്തു? 2 സെന്റൻസിനെ ഒന്നായി യോജിപ്പിച്ചു ആൻഡ് എന്ന കൺജങ്ഷൻ യൂസ് ചെയ്തിട്ട്. ക്ലിയർ? നമ്മൾ പഠിച്ചിട്ടുണ്ട് കൺജങ്ഷൻ എന്താണ്? 2 സെന്റൻസുകളെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുക? കൺജങ്ഷൻ ഉപയോഗിക്കുക. ക്ലിയർ? ഐ ലവ് ടീച്ചിങ് ആൻഡ് ഡാൻസിങ്. ക്ലിയർ? എനിക്ക് ടീച്ചിങ്ങും ഇഷ്ടമാണ്, ഡാൻസും ഇഷ്ടമാണ്. എന്ന അർത്ഥത്തിൽ ആൻഡ് എന്ന പ്രിപ്പോസിഷൻ ക്ലിയർ ആയില്ലേ? ഈറ്റിംഗ് ആൻഡ് ജമ്പിങ് അറ്റ് ദ സെയിം ടൈം ഇസ് എ ബാഡ് ഹാബിറ്റ്. ഭക്ഷണം കഴിക്കലും ജമ്പ് ചെയ്യലും ഒരേ സമയം ചെയ്തത് മോശ ഹാബിറ്റ് ആണ്. അതായത് എന്ന അർത്ഥത്തിൽ ഈറ്റിംഗ് ആൻഡ് ജമ്പിങ്. ക്ലിയർ? ആൻഡ് എന്ന കൺജങ്ഷൻ വരുന്നത് കണ്ട? ക്ലിയർ അല്ലേ? ആൻഡ് എന്ന കൺജങ്ഷൻ ഓക്കെ അല്ലേ? ഓക്കെ ആണ്.
നമുക്ക് നെക്സ്റ്റ് പോകാം. നെക്സ്റ്റ് പോകാം. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല അല്ലെ? നെക്സ്റ്റ് പോകാം. നോർ. നോർ എന്താ നോർ എന്ന കൺജങ്ഷന്റെ അർത്ഥം? നോർ. ശ്രദ്ധിക്കേ, എക്സാമ്പിൾ വെച്ച് നമുക്ക് പഠിക്കാം. ശ്രദ്ധിക്കേ, നോർ എന്ന് പറഞ്ഞാൽ അതുമില്ല ഇതുമില്ല, അതുമില്ല ഇതുമില്ല. നോർ എന്ന കൺജങ്ഷന്റെ അർത്ഥം അതുമില്ല ഇതുമില്ല. ക്ലിയർ? എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ഫോളോ ചെയ്യണേ. ഷീ ഡസൻറ്റ് ഡ്രിങ്ക് ഓറഞ്ച് ജ്യൂസ്. ഷീ ഡസൻറ്റ് ഡ്രിങ്ക് ഓറഞ്ച് ജ്യൂസ്. Nor does she eat orange. Nor does she eat orange. ഓറഞ്ച് ജ്യൂസ് കുടിക്കുകയോ ഓറഞ്ച് കഴിക്കുകയോ ഇല്ല. അവൾ ഓറഞ്ച് ജ്യൂസ് കുടിക്കുകയോ കഴിക്കുകയോ ഇല്ല. അവൾ ഓറഞ്ച് ജ്യൂസ് കുടിക്കുകയോ ഓറഞ്ച് കഴിക്കുകയോ ഇല്ല. അതുമില്ല ഇതുമില്ല. നോർ എന്നർത്ഥം. She doesn't drink orange juice. She doesn't drink orange juice. Nor does she eat orange. Nor does she eat orange. അവൾ ഓറഞ്ച് ജ്യൂസ് കുടിക്കുകയോ ഓറഞ്ച് കഴിക്കുകയോ ഇല്ല. അതുമില്ല ഇതുമില്ല എന്ന അർത്ഥം കിട്ടാനാണ് നോർ എന്ന കൺജങ്ഷൻ യൂസ് ചെയ്യുക. ക്ലിയർ? എക്സാമ്പിൾ നോക്കിയേ. She didn't write last night. Nor he study his book. Nor he study his book. അവൻ ഇന്നലെ എഴുതിയതുമില്ല പഠിച്ചതുമില്ല. ഇന്നലെ എഴുതിയതുമില്ല, അവന്റെ പുസ്തകം പഠിച്ചതുമില്ല. അവൻ ഇന്നലെ എഴുതിയതുമില്ല, അവന്റെ പുസ്തകം പഠിച്ചതുമില്ല. അതുമില്ല ഇതുമല്ല അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർ എന്ന കൺജങ്ഷൻ യൂസ് ചെയ്യുക. ക്ലിയർ? ഇന്ന് നമുക്ക് 3 കൺജങ്ഷൻ ഡിസ്കസ് ചെയ്താൽ മതി. അടുത്ത വീഡിയോയിൽ നമ്മൾ ബട്ട്, ഓർ, യെറ്റ്, സോ ബാക്കി കൺജങ്ഷൻ ഡിസ്കസ് ചെയ്യാം. നമുക്കൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്തൂടെ? റിവൈസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കൺജങ്ഷൻ ആണ്. വാട്ട് ഈസ് കൺജങ്ഷൻ? കൺജങ്ഷൻ എന്താ? 2 സെന്റൻസുകളെ തമ്മിൽ യോജിപ്പിച്ച് പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് കൺജങ്ഷൻ. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ അതാണ് പഠിച്ചത്. സെക്കൻഡ് നമ്മൾ പഠിച്ചു 3 ടൈപ്സ് ഓഫ് കൺജങ്ഷൻ. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ, ലാസ്റ്റ് വൺ കോറിലേറ്റീവ് കൺജങ്ഷൻ. സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് അത് പഠിച്ചു. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഏതൊക്കെയാ? for and nor, but, or, yet, so. For and nor, but, or, yet, so. അതും നമ്മൾ പഠിച്ചു. ദെൻ നമ്മൾ വീണ്ടും 4ാമത്തെ പോയിന്റ് ആയിട്ട് എന്താ പഠിച്ചേ? ഫോർ എന്ന കൺജങ്ഷൻ. ഫോർ എന്ന കൺജങ്ഷൻ എന്ന ആയതുകൊണ്ട്, ആയതിനാൽ എന്ന അർത്ഥത്തിലാണ് ഫോർ എന്ന കൺജങ്ഷൻ യൂസ് ചെയ്യുക. അതിന്റെ എക്സാമ്പിൾ നോക്കിയേ. എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. മൈ ഇംഗ്ലീഷ് ടീച്ചർ ലവ്സ് വെരി മച്ച്. മൈ ഇംഗ്ലീഷ് ടീച്ചർ ലവ് വെരി മച്ച് ഫോർ ഐ എം ഗുഡ് സ്റ്റുഡന്റ്. ക്ലിയർ? ആയതുകൊണ്ട് എന്ന അർത്ഥത്തിൽ ഫോർ എന്ന കൺജങ്ഷൻ പഠിച്ചു. ദെൻ നമ്മൾ വേറെ എന്ത് പഠിച്ചു? ആൻഡ് എന്ന കൺജങ്ഷൻ പഠിച്ചു. എന്ന അർത്ഥത്തിൽ 2 സെന്റൻസുകളെ യോജിപ്പിച്ചാൽ ആൻഡ് എന്ന കൺജങ്ഷൻ പഠിച്ചു. ഐ ലവ് ടീച്ചിങ് ആൻഡ് ഡാൻസിങ്. ദെൻ നമ്മൾ നെക്സ്റ്റ് കൺജങ്ഷൻ എന്താ പഠിച്ചേ? നോർ എന്ന കൺജങ്ഷൻ പഠിച്ചു. അതുമില്ല ഇതുമില്ല എന്ന അർത്ഥത്തിൽ. അതിന്റെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. ഒരു എക്സാമ്പിൾ നോട്ട് ചെയ്ത് വെക്കാം. He doesn't drink orange juice, nor does she eat orange. അവൾ ഓറഞ്ച് ജ്യൂസ് കുടിക്കുകയുമില്ല, ഓറഞ്ച് കഴിക്കുകയുമില്ല. ക്ലിയർ? നോർ എന്ന കൺജങ്ഷൻ നമ്മൾ പഠിച്ചു. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പരമാവധി ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുക. പറ്റുന്നത്ര നിങ്ങൾ ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുക. സിമ്പിൾ ആണ്, അധികം ഒരുപാട് റിസ്ക് എടുക്കാനൊന്നുമില്ല. കാരണം കൺജങ്ഷൻ എന്താണ്, വാട്ട് ഈസ് കൺജങ്ഷൻ നോക്കിയാക്കുക. ദെൻ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് നോക്കുക. ദെൻ ഓരോ എക്സാമ്പിൾ വിത്ത് എക്സാമ്പിൾ വെച്ച് നമ്മളത് പഠിക്കുക. ക്ലിയർ? ഫോർ എന്ന കൺജങ്ഷനും ഫോർ എന്ന പ്രിപ്പസിഷനും മാറിപ്പോവാൻ പാടില്ല. ക്ലിയർ? PSC എക്സാമിനും 10th ലെവൽ എക്സാമിനും ഒക്കെ ഈ കൺജങ്ഷൻ ഏരിയയിൽ ചോദിക്കും. ചിലപ്പോ നിങ്ങൾക്ക് എന്താണ് ഒരു സെന്റൻസ് തന്നിട്ട്, ഇപ്പം ഐ ലവ് ടീച്ചിങ് ആൻഡ് ഡാൻസിങ് തന്നിട്ട് ആ ആൻഡിനെ റൗണ്ട് ചെയ്തിട്ട് ചിലപ്പോൾ ചോദിക്കും വാട്ട് ഈസ് ദിസ്, ഇതെന്താ ചോദിക്കുമ്പോൾ അത് അതിന് ഓപ്ഷൻ നമുക്ക് തരും. പ്രിപ്പസിഷൻ, കൺജങ്ഷൻ, അഡ്ജക്റ്റീവ്, നൗൺ എന്നൊക്കെ തരും. അപ്പൊ അത് നമ്മൾ കൺജങ്ഷൻ സെലക്ട് ചെയ്യാൻ തരും. ക്ലിയർ? ഇത്ര ഭാഗത്ത് ഇന്ന് പഠിച്ച ഈ 3 നമ്മൾ ഓക്കെ ആക്കുക. കൂടുതൽ കൺഫ്യൂഷൻ ആവാനേ ഇല്ല. സിമ്പിളി നമ്മൾ ആ ലൈൻ ബൈ പോയിന്റ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കത് പെട്ടെന്ന് ക്ലിയർ ആയി. ഓക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.